ഛത്തീസ്ഗഡിൽ ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പരാതിയെ തുടർന്ന് 115 വർഷമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ആശുപത്രിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ദംതാരിയിലെ ജില്ലാ ഭരണകൂടം. ദംതാരി ക്രിസ്ത്യൻ ആശുപത്രിയിൽ ചികിത്സാ പിഴവും നിർബന്ധിത മതപരിവർത്തനവും നടന്നതായി സംഘടനകൾ ആരോപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്യാം ബിഹാരി നേരിട്ടിടപെട്ട് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയത്. 1910-ൽ അമേരിക്കൻ മെനോനൈറ്റ് മിഷണറിമാർ സ്ഥാപിച്ച ഈ ആശുപത്രി ഛത്തീസ്ഗഡിലെ ഏറ്റവും പാരമ്പര്യമുള്ള ആശുപത്രിയാണ്. മെനോനൈറ്റ് മെഡിക്കൽ ബോർഡിന്റെ ഒരു യൂണിറ്റായിട്ടായിരുന്നു ആദ്യം സ്ഥാപിതമായത്. 250 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യം 10 ജില്ലകൾക്കും ഒഡീഷയുടെ സമീപ പ്രദേശങ്ങൾക്കും സേവനം നൽകിയിട്ടുണ്ട്. 1920 കാലഘട്ടത്തിലെ സ്പാനിഷ് ഫ്ലൂവിന്റെ സമയത്ത് ലഭ്യമായിരുന്ന പരിമിതമായ മെഡിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആശുപത്രി ജനങ്ങളെ ശുശ്രൂഷിച്ചു. ജൂൺ 28-ന് VHP പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിക്കുകയും അവിടെ അവരുടെ സംഘടനയുടെ പതാകകൾ സ്ഥാപിച്ചും ചാണകം പുരട്ടി വീൽ ചെയറുകൾ CCTV ക്യാമറകളും നശിപ്പിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ആശുപത്രി അധികൃതർ പരാതി നൽകിയെങ്കിലും കുറ്റവാളികൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഈ സംഘടനകളുടെ വ്യാജ ആരോപണങ്ങളിൽ ആശുപത്രിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആശുപത്രിയോട് ചേർന്നുള്ള നഴ്സിംഗ് കോളേജിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നായിരുന്നു തീവ്ര ഹിന്ദുത്വ സംഘടനയായ VHPയുടെ നേതാവ് രാമചന്ദ്ര ദേവാംഗൻ ആരോപിച്ചത്. എന്നാൽ ആശുപത്രി സൂപ്രണ്ട് സന്ദീപ് കുമാർ പട്ടോണ്ട എല്ലാ ആരോപണങ്ങളെയും അടിസ്ഥാനരഹിതം എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. നഴ്സിംഗ് കോളേജിൽ മതപരമായ പ്രവർത്തനങ്ങളോ മതപരിവർത്തനങ്ങളോ നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാനരഹിതമായ പരാതി ലഭിച്ച ഉടനെ സംസ്ഥാന ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അസോസിയേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാകേഷ് ഗുപ്ത സർക്കാർ നീക്കത്തെ ശക്തമായി അപലപിച്ചു. ആരോഗ്യ പ്രവർത്തകരോടും ഡോക്ടർമാരോടും കാണിച്ച അതിക്രമവും മോശമായ പെരുമാറ്റവും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനു മുൻപ് മുതൽ മെഡിക്കൽ സൗകര്യങ്ങളില്ലാത്ത വിദൂര ആദിവാസി മേഖലകളിൽ ഈ സ്ഥാപനം സേവനം നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ രാകേഷ് പറഞ്ഞു. 2 മലയാളി സന്യാസിനിമാർ ഛത്തീസ്ഗഡിൽ അടുത്തിടെ അറസ്റ്റിലായിരുന്നു. തുടർന്നും ക്രിസ്ത്യൻ മിഷണറികളെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം.